ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകി തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. എറണാകുളം സ്വദേശി രേഷ്മയാണ് അറസ്റ്റിലായത്. 10-ലധികം പേരെ വിവാഹം ചെയ്ത് കബളിപ്പിച്ച യുവതിയെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, എങ്ങനെയാണ് ഇവർ വിവാഹ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഈ കാലം അത്രയുമെന്ന് വ്യക്തമായത്? വീണ, വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ച് മുങ്ങി നടന്ന യുവതിയെയാണ് ഇന്നലെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയാണ് യുവതി. രേഷ്മ എന്നാണ് യുവതിയുടെ പേര്. ഇന്നലെ രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കുന്ന വഴിയാണ് പ്രസ്തുതവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തു വന്നത്. കാരണം വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് കയറിയ സമയത്തായിരുന്നു ഈ ബാഗ് പരിശോധിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നിരവധി തവണ ഇവർ കല്യാണം കഴിച്ചതിന്റെ ഫോട്ടോസും അതുപോലെ തന്നെ കല്യാണ കാർഡുകളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോലീസിന് വിവരം അറിയിച്ചത്. തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇവർ മുൻപും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതേ മാസം തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മറ്റൊരു യുവാവിനെ വിവാഹം ചെയ്യാനുള്ള പദ്ധതികളും ഇവർ ആവിഷ്കരിച്ചിരുന്നു എന്ന് നമുക്ക് പോലീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇവർ ഈ ഒരു പഞ്ചായത്ത് അംഗം താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ FB അക്കൗണ്ടിൽ നിന്ന്. ആ ഒരു പരസ്യം കണ്ടിട്ടാണ് യുവതിയുടെ മാതാവ് എന്ന പേരിൽ യുവതി തന്നെ ഇയാളെ ബന്ധപ്പെടുകയും തുടർന്ന് ഇവർ തമ്മിൽ സംസാരിക്കുകയും കോട്ടയത്ത് ഒരു മോളിൽ വെച്ച് ഇവർ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. ശേഷമാണ് യുവതി താൻ ഒരുപാട് പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും തനിക്ക് ഒരു ജീവിതം വേണമെന്നുമുള്ള കാര്യം ഈ പഞ്ചായത്ത് അംഗമായ വരനോട് പറയുകയും തുടർന്ന് വരൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാക്കു നൽകുകയുമായിരുന്നു. അങ്ങനെ ഒരു തുടർന്ന് ഈ മാസം 3-ാം തീയതി ഇവർ നാട്ടിലേക്ക് തിരുവനന്തപുരത്ത് എത്തുകയും ഇവരെ ഈ ഒരു വരൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്നലെയായിരുന്നു വിവാഹം നടക്കാനിരുന്നത്. സംശയം ഉണ്ടായിരുന്നു യുവതിയെ മുൻപ് വരനും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സംശയം ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ മുൻപും സമാന രീതിയിൽ 10-ലധികം പേരെ വിവാഹം കഴിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ രേഷ്മയ്ക്ക് ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞു കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഓക്കെ, ശരി ശ്രീനന്ദ.